ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഡേക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഹൗസ് വാമിംഗ് ഡേ ആയിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് എല്ലാവരും അതിൻ്റെ സന്തോഷത്തിലാണ്. രാവിലെ 7 മണി മുതൽ 7:55 വരെയായിരുന്നു ഞങ്ങൾ പാല് കാച്ചൽ ടൈം എന്ന് പറയുന്നത്. അതിനേക്കാൾ മുൻപ് ഞങ്ങൾക്ക് ഗണപതി ഹോമം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഹോമത്തിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഹോമം കഴിഞ്ഞ് കറക്റ്റ് ടൈമാകുമ്പോൾ പാലങ്ങ് കാച്ചാൻ തുടങ്ങി. എൻ്റെ അമ്മയായിട്ടോ പാലങ്ങ് കാച്ചുന്നത്. സത്യം പറഞ്ഞാൽ പാല് കാച്ചുന്ന ടൈമിൽ ഞങ്ങളൊക്കെ നന്നായിട്ട് ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു. തലേന്ന് നല്ല മഴയായിരുന്നു. ഈ പാല് കാച്ചാൻ വെച്ച വിറകൊക്കെ മഴയത്ത് നനഞ്ഞ് കുറച്ച് സീനായിപ്പോയി. പക്ഷെ ഞങ്ങൾ പേടിച്ച പോലെ ഒന്നും നടന്നില്ല. കറക്റ്റ് ടൈമാകുമ്പോൾ അങ്ങ് പാല് പതച്ച് കിട്ടി. അങ്ങനെ പാല് കാച്ചലൊക്കെ ഭംഗിയായി നടന്നു കേട്ടോ. പാല് കാച്ചൽ കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായ കാര്യം വെച്ചാൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവരോട് കൂടെ കുറച്ച് നേരം സംസാരിച്ചൊക്കെ നിന്നു. പിന്നെ അതുകൂടാതെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത സ്റ്റാഫുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ഡോക്ടേഴ്സ്, മാനേജർ, അങ്ങനെ എൻ്റെ അതർ ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റാഫുകൾ, അങ്ങനെ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചതും പ്രതീക്ഷിക്കാത്തതായിട്ടുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും ഞാൻ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ ആ ടൈം. ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്രയും പേരൊക്കെ വരുമോയെന്ന്. പിന്നെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നൈറ്റ് ആയി കഴിഞ്ഞപ്പോഴായിരുന്നു എൻ്റെ ചേച്ചിമാരൊക്കെ വന്നത്. അതായത് എൻ്റെ കൂടെ വർക്ക് ചെയ്ത എൻ്റെ ചേച്ചിമാരൊക്കെ. അവർക്ക് പിന്നെ ഒരുപാട് ടൈം നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ടൈം തന്നെ അവർ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ അവർക്ക് വേഗം പോകേണ്ടി വന്നു. നൈറ്റ് ആയതുകൊണ്ട് ലേറ്റ് ആവുമെന്ന് പറഞ്ഞ് എല്ലാവരും കുറച്ച് നേരത്തെ ഇറങ്ങി. പിന്നെ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം എനിക്ക് സർപ്രൈസ് ഗിഫ്റ്റ് വരെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായിരുന്നു എൻ്റെ ഹൗസ് വാമിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചേ ഉണ്ടായിരുന്നില്ല. പിന്നെ എല്ലാ ഗിഫ്റ്റുകളും തന്നെ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഓപ്പൺ ആക്കി വയ്ക്കും. എല്ലാം അടിപൊളി ഗിഫ്റ്റുകളായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞ് ഡാൻസ് കളിക്കണം, പാട്ട് പാടണം എന്നൊക്കെ. അങ്ങനെ എല്ലാവരും ഡാൻസ് കളിക്കാനും പാട്ട് പാടാനൊക്കെ തുടങ്ങിയിട്ടോ. ഇതെൻ്റെ അമ്മയാട്ടോ. എൻ്റെ അമ്മയ്ക്ക് ഡാൻസ് കളിക്കാനൊക്കെ ഭയങ്കര ഷൈയാണ്. പിന്നെ അനിയനും അനിയൻ്റെ ഫ്രണ്ട്സും ഏട്ടന്മാരൊക്കെ ഇട്ട് അമ്മയായിട്ട് ഡാൻസ് കളിപ്പിക്കുക. അങ്ങനെ ഡാൻസൊക്കെ കളിച്ച് കഴിഞ്ഞപ്പോൾ ഫുൾ തളർന്നു പോയി. ആ നട്ടപ്പാതിരക്ക് ഞാനങ്ങ് പോയി കുളിച്ചു. ഞാൻ ഉറങ്ങാൻ പോകാം. ഓക്കെ, ബൈ.